Now we are discussing about the different statistical tools used for interpreting data. The first one is called the t-test. A t-test is a type of inferential statistics generally used for determining if there is a significant difference between the means of two groups which may be related in certain features. t-test എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഗ്രൂപ്പ് എടുക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് എടുത്തിട്ട് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും അരിത്തമാറ്റിക് മീൻസ് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഈ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ട് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറൻസുകളെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടി ടെസ്റ്റ്. എന്താണ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീൻസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ടി ടെസ്റ്റ്. ദിസ് വാസ് ഡെവലപ്ഡ് ബൈ വില്യം ഗോസെറ്റ് ആൻഡ് ദേ ജനറലി ഫാൾസ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. രണ്ട് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ടി ടെസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. പെയ്ഡ് ടെസ്റ്റും ടി ടെസ്റ്റും ഉണ്ട്, അൺപെയ്ഡ് ടി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ രണ്ട് ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. എന്താണ് പെയ്ഡ് ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? വെൻ ഈച്ച് ഡാറ്റ പോയിന്റ് ഇൻ വൺ ഗ്രൂപ്പ് ഈസ് കറസ്പോണ്ടിങ് ടു എ മാച്ചിങ് ഡാറ്റ പോയിന്റ് ഇൻ അനദർ ഗ്രൂപ്പ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് രണ്ട് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാനാണ് എപ്പോഴും എന്തെടുക്കുന്നത്, ടി ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ഡാറ്റകൾ ഏകദേശം ഓൾമോസ്റ്റ് മാച്ചിങ് ആയിട്ടാണ് അടുത്ത ഗ്രൂപ്പിൽ വരുന്നതെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യുകയെങ്കിൽ പെയ്ഡ് ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ദിസ് ഇസ് യൂസ്ഡ് ഇൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റഡീസ്. ഒരു ബിഫോർ ആഫ്റ്റർ സ്റ്റഡീസ് എന്ന് വെച്ചെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു രണ്ട് ഗ്രൂപ്പിനെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അനാലിസിസിന് മുമ്പും അതിന് ശേഷവും, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപും അതിന് ശേഷവും ഉള്ള ഈ രണ്ട് ഗ്രൂപ്പിലുള്ള ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പെയ്ഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ കൺട്രോൾ സ്റ്റഡീസ് ഓൾസോ. കൺട്രോൾ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബയോളജിക്കൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം കൺട്രോൾ സ്റ്റഡീസ് ആയിരിക്കും, അല്ലേ? നോക്കൂ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചു. ആ ഡ്രഗ് എഫക്റ്റീവ് ആണെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഒരു കൺട്രോൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ മീൻസ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണും ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണും ഒരു ഡ്രഗ്, ലിവർ ഡിസീസിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡ്രഗ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡ്രഗ് നമ്മൾ രണ്ടു പേർക്ക് കൊടുക്കും. ഒന്ന് കൺട്രോൾ, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണും ഒന്നാമത് ഡിസീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഉള്ള ഒരാൾക്കും കൊടുക്കും. അപ്പം ഇത് കൊടുക്കണേക്കാൾ മുമ്പും അതിന് ശേഷമുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അപ്പം അത് അങ്ങനത്തെ ഡാറ്റാസ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയ്ഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. എപ്പോഴും ആലോചിക്കുക, ടി ടെസ്റ്റ് ഇസ് ജനറലി യൂസ്ഡ് ഫോർ മേക്കിംഗ് differences, for understanding the difference between means of two groups. Okay, then for example, if a medicine, we can in the case of a medical field, we can predict whether medicine will work or not. Okay, then unpaired test. Unpaired test meaning it is used whether or not the groups contain matching data points. Unpaired test t test യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരേപോലത്തെ മാച്ചിങ് ഡാറ്റ പോയിന്റ്സും അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ടി ടെസ്റ്റ് ആണ് അൺപെയർഡ് ടി ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം മാച്ചിങ് ഡാറ്റ പോയിന്റ്സും അൺമാച്ചിങ് ഡാറ്റ പോയിന്റ്സും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അൺപെയർഡ് ടി ടെസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. 2 samples which are having equal variance and 2 samples which is having unequal variance. Equal variance ഉള്ള അല്ലെങ്കിൽ ഈക്വൽ ഡിഫറൻസ് ഉള്ള രണ്ട് സാമ്പിളുകൾ തമ്മിലും അല്ലെങ്കിൽ അൺഈക്വൽ വേരിയൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉള്ള രണ്ട് സാമ്പിളുകളും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺപെയർഡ് ടി ടെസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ അസംഷൻസ്? ടി ടെസ്റ്റിന്റെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ ദ ടി ടെസ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ഡാറ്റ അനലൈസ്ഡ് it will be continuous interval data comprising a whole population or sample randomly from a population. ഒന്നുവെച്ചെങ്കിൽ ഒരു റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു ഹോൾ പോപ്പുലേഷനോ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നമ്മൾ ഈ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തന്നിട്ടുള്ള ഡാറ്റയിൽ നോർമൽ ആയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡാറ്റാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇഫ് n is less than 30, the variance in the two groups should be similar. n പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് 30ക്ക് താഴെയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അല്ലെങ്കിൽ വാരിയൻസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. ഓക്കെ, ദെൻ ഇഫ് ഇറ്റ് is having greater than 30 ആണെച്ചെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം? അൺപെയർഡ് ടെസ്റ്റ് യൂസ് ചെയ്യണം. രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഏകദേശം സിമിലർ ആണെങ്കിൽ നമ്മൾ
പെയർഡ് t-test യൂസ് ചെയ്യണം. സാമ്പിൾ സൈസ് ഷുഡ് നോട്ട് ഡിഫർ ഹ്യൂജ്ലി ബിറ്റ്വീൻ ദി ഗ്രൂപ്പ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസുകളൊന്നും രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ അധികം ഡിഫറൻസ് ഇല്ലാത്ത രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അനാലിസിസ് നടത്താനാണെങ്കിൽ t-test മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു പെയർഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. പെയർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെയർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡാറ്റയെ അനലൈസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മാച്ചിങ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ട് വിത്ത് ഹൈപ്പോത്തസിസ് ദാറ്റ് ദ മീൻ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ഇസ് ഈക്വൽ. ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയാം. രണ്ട് ഗ്രൂപ്പിൻ്റെയും മീൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്നത് പെയർഡ് t-test ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈ കൺസിഡറിങ് ദി വാരിയൻസ്. രണ്ട് ഗ്രൂപ്പിൻ്റെയും വാരിയൻസ് എടുക്കുന്ന സമയത്ത് ഏകദേശം ഓൾമോസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു പെയർഡ് t-test എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ H0യിൽ പറയുന്നത്, ഹൈപ്പോത്തസിസിൽ പറയുന്നതാണ് രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്നുള്ളത് സിമിലർ ആയിരിക്കും. ദെൻ സെറ്റ് എ വാല്യൂ ഫോർ ആൽഫ സിഗ്നിഫിക്കൻറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഈ എററിന്, അതായത് ഈ വേരിയൻസ് ആണല്ലോ നമ്മൾ ഈ എററായിട്ട് പറയുന്നത്, അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം. ദെൻ കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഫോർ ഈച്ച് പെയർ. ദെൻ ഈ വേരിയൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും നമുക്ക് രണ്ട് ഗ്രൂപ്പിലാണെങ്കിലും. അപ്പോൾ ഓരോ പെയറും തമ്മിലുള്ള വാല്യൂസിന്റെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഒരു ഹിസ്റ്റോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. പ്ലോട്ട് എ ഹിസ്റ്റോഗ്രാം ഓഫ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പെയർസ് ടു കൺഫേം ദാറ്റ് ദേ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം ഹിസ്റ്റോഗ്രാമിന്റെ പ്രത്യേകം എന്തായിരുന്നു? യെസ്, ഹിസ്റ്റോഗ്രാം നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം എന്താണ്? ഹിസ്റ്റോഗ്രാമിന്റെ ക്ലാസ് ഇന്റർവെൽസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫൈനൽ ആയിരിക്കും രണ്ടാമത്തെ ക്ലാസ് ഇന്റർവെൽ. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ, ഇപ്പോൾ ഒരു 5 ക്ലാസ് ഇന്റർവെൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെല്ലിന്റെ എൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ ആയിരിക്കും സെക്കൻഡ് ക്ലാസ് ഇന്റർവെല്ലിന്റെ ഇനീഷ്യൽ വാല്യൂ. ദെൻ തേർഡ് അപ്പം ഹിസ്റ്റോഗ്രാം നമുക്കറിയാലോ, ഒന്നിന്റെ ഫൈനൽ വാല്യൂ ആയിരിക്കും അടുത്ത ക്ലാസ് ഇന്റർവെല്ലിന്റെ ഇനീഷ്യൽ വാല്യൂ. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഈക്വൽ വിഡ്ത്ത് ആയിട്ടുള്ള ഇന്റർവെൽ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ഹിസ്റ്റോഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വാല്യൂസ് എല്ലാം നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന്. അതിനുശേഷം വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ഓൾ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പെയർസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിഫറൻസസ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ t-test പെർഫോം ചെയ്യണം. ഈ രണ്ട് മീൻസിലുള്ള ഡിഫറൻസ് കാണുന്നു പറഞ്ഞില്ലേ, ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒന്ന് ഈ ഓരോ പെയറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് DAV എന്ന് പറയുന്നത്. ഓരോ പെയറുകൾ തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ മൊത്തം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? t-test കണ്ടുപിടിക്കുന്നത്. t-test t=DAV, ഓരോ പെയറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N മീൻസ് ദ ടോട്ടൽ ഓഫ്, നമുക്ക് ഫ്രീക്വൻസി ഒക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ സമ്മ സിഗ്മ എഫ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ t-test കണ്ടുപിടിക്കുന്നത്. ദെൻ അൺപെയർഡ് ടെസ്റ്റ്. ഇപ്പം t-test രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. പെയർഡ് t-test ഉണ്ട്, അൺപെയർഡ് t-test ഉണ്ട്. അപ്പം പെയർഡ് t-testന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അൺപെയർഡ് t-test ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ നോക്കാം. വി ഹാവ് ടു പ്ലോട്ട് എ ഹിസ്റ്റോഗ്രാം ഓഫ് ദ ഡാറ്റ സെറ്റ് ടു കൺഫേം ദേ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാ ഡാറ്റ സെറ്റ്സും ഏകദേശം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. Then start with the hypothesis there is no differences between the population of measurement from which the sample have been drawn. സോ നമ്മൾ ഒരു എന്താ പറയുക, ഇത് ടെസ്റ്റ് തുടങ്ങുന്ന ഹൈപ്പോത്തസിസ് തുടങ്ങുകയാണെങ്കിലും അതിനൊരു നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഉണ്ടാവും. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഏതാണോ ഉദ്ദേശിച്ചിട്ടുള്ള ഹൈപ്പോത്തസിസ് അതിന്റെ നെഗറ്റീവ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആൾട്ടർനേറ്റീവും നൾ ഹൈപ്പോത്തസിസും കൊടുത്ത ശേഷം സെറ്റ് എ വാല്യൂ ഫോർ ആൽഫ, ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുക. എന്തായാലും 0.05 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അത് കൊടുക്കുക. ദാറ്റ് ഈസ് ആൽഫ. ദെൻ ചെക്ക് ദ വാരിയൻസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. എന്നിട്ട് ഓരോ പെയറുകളും തമ്മിലുള്ള അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിന്റെയും വാരിയൻസ് നമ്മൾ സെപ്പറേറ്റ് കാണാം. ഇഫ് ദ വാരിയൻസ് ആർ വെരി ഡിഫറെന്റ് യു ക്യാൻ ഓൾറെഡി റിജക്ട് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ സാമ്പിൾസ് ആർ ഫ്രം എ കോമൺ പോപ്പുലേഷൻ ഈവൻ ദോ ദെയർ മീൻസ് മൈറ്റ് ബി സിമിലർ.
ഓക്കെ, ഇപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേര് ടി ടെസ്റ്റിൽ എങ്ങനെയാണ് കണ്ടുവെച്ചെങ്കിൽ ഓരോ പേരുകൾ തമ്മിലുള്ള വേരിയൻസും കണ്ടിരുന്നു, മൊത്തം രണ്ട് ഗ്രൂപ്പിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിരുന്നു. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ ചെയ്യുന്നത് യു ക്യാൻ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഹോൾ ആയിട്ടുള്ള വേരിയൻസ് കാണാം. അതായത് ഗ്രൂപ്പ് 1ൻ്റെ വേരിയൻസും കാണാം, ഗ്രൂപ്പ് 2ൻ്റെയും വേരിയൻസ് കാണാം. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ടി ഈക്വൽ ടു എക്സ് എ മൈനസ് എക്സ് ബി ഡിവൈഡ് ബൈ എസ് ഇ എ ഹോൾ സ്ക്വയർ പ്ലസ് എസ് ഇ ബി ഹോൾ സ്ക്വയർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അരിത്തമാറ്റിക് മീൻ. രണ്ട് ഗ്രൂപ്പ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അരിത്തമാറ്റിക് മീൻ ഓഫ് എയും അരിത്തമാറ്റിക് മീൻ ഓഫ് ബിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അതറിയില്ലേ, അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ എ ഫസ്റ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക, സെക്കൻഡ് ഗ്രൂപ്പിന്റെയും സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടി ടെസ്റ്റിൽ ടി വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് നോക്കാം. പേര് ടി ടെസ്റ്റിലാണെന്നുവെച്ചെങ്കിൽ ഓരോ പേരുകളും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിട്ട് ടോട്ടൽ ചെയ്യുക. അതിന്റെ ഫ്രീക്വൻസിയുടെ റൂട്ടുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് ഇവിടുത്തെ കേസ് കിട്ടുന്നത് പെയ്ഡ് ടി ടെസ്റ്റിൽ. പക്ഷെ അൺപെയ്ഡിലാണെന്നുവെച്ചെങ്കിൽ രണ്ട് ഗ്രൂപ്പിന്റെയും സെപ്പറേറ്റ് അരിത്തമാറ്റിക് മീൻ കാണാം, അതായത് രണ്ടുപേരെയും സെപ്പറേറ്റ് എന്ത് കാണാം, സ്റ്റാൻഡേർഡ് എറർ കാണാം, എന്നിട്ടാണ് ടി ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എപ്പോഴും ആലോചിക്കുക, ടി ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീൻസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്.